ചെറിയ പെട്ടിക്കുള്ളിൽ ഭദ്രമായി വെച്ച് മോഷ്ടാക്കളെ ഭയന്ന് പുസ്തകത്തിനുള്ളിൽ സൂക്ഷിച്ച സ്വർണ്ണാഭരണങ്ങൾ പുസ്തകങ്ങൾക്കൊപ്പം തൂക്കിവിറ്റു. 6 പവൻ സ്വർണ്ണാഭരണമാണ് ഇങ്ങനെ ആക്രിക്കടയിലെത്തിയത്. ഒടുവിൽ തൊഴിലാളികൾക്കൊപ്പം നടത്തിയ തെരച്ചിലിൽ 5.5 പവൻ സ്വർണം തിരികെ കിട്ടി. 2 ദിവസത്തെ തെരച്ചിലിനൊടുവിലാണ് ആഭരണങ്ങൾ കണ്ടെത്തിയത്. തേവലക്കര പാലയ്ക്കൽ വടക്ക് സ്വദേശിനിയുടേതാണ് സ്വർണ്ണാഭരണങ്ങൾ. ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതു മുതൽ കണ്ടെത്തിയതുവരെയുള്ള സംഭവം ചവറ ബ്യൂറോ പുനരാവിഷ്കരിച്ചു. ദൃശ്യങ്ങളിലേക്ക്. ഏപ്രിൽ 21 ചൊവ്വാഴ്ച വൈകുന്നേരം കുന്നേൽ ജംഗ്ഷനിൽ നിസാറിന്റെ AN ട്രേഡേഴ്സ് ആക്രിക്കടയിലേക്ക് വീട്ടിലെ പഴയ സാധനങ്ങളും പുസ്തകവും ഉൾപ്പെടെ പെട്ടി ഓട്ടോറിക്ഷയിൽ എത്തിച്ചു വിറ്റു. തേവലക്കര പാലയ്ക്കൽ വടക്ക് മണ്ണാന്റെ വടക്കതിൽ ഉമ്മർകുട്ടിയാണ് ആക്രി സാധനങ്ങളുമായി കടയിൽ എത്തിയത്. 2 ദിവസം കഴിഞ്ഞ് 23 അന്ന് രാവിലെ വീട്ടുകാർ സ്വർണ്ണാഭരണങ്ങൾ അന്വേഷിച്ചു. എവിടെയാണെന്ന് ഒരു നിശ്ചയമില്ല. ഒടുവിൽ അവർ കണ്ടെത്തി തൂക്കിവിറ്റ പുസ്തകത്തിൽ ഒളിപ്പിച്ച ആഭരണപ്പെട്ടിയിലാണ് സ്വർണമെന്ന്. പിന്നീട് അതിവേഗം ആക്രിക്കടയിലേക്കൊരു യാത്ര. കടയിൽ ചെന്നപ്പോഴേക്കും പുസ്തകം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മറ്റ് ആക്രികൾക്കൊപ്പം മാറ്റിയിരുന്നു. വീട്ടുകാർ ആകെ വിഷമിച്ചു. തുടർന്ന് തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ വീട്ടുകാരും 5 തൊഴിലാളികളും ആക്രി കൂമ്പാരത്തിൽ വൈകുന്നേരം വരെ തെരച്ചിൽ. അവസാനം പുസ്തകത്തിനിടയിൽ സൂക്ഷിച്ചിരുന്ന പെട്ടിയിൽ നിന്നും താഴെ വീണ കമ്മൽ, വള, മോതിരം എന്നിവ ലഭിച്ചു. ആകെ നഷ്ടപ്പെട്ടതാകട്ടെ 6 പവൻ സ്വർണ്ണാഭരണങ്ങളാണ്. തൊട്ടടുത്ത ദിവസം 24-ാം തീയതിയും തെരച്ചിൽ തുടർന്നു. പെട്ടിക്കുള്ളിൽ നിന്ന് മാലയും കണ്ടെത്തി. 6 പവൻ സ്വർണ്ണാഭരണത്തിൽ ആകെ തിരികെ കിട്ടിയത് 5.5 പവൻ. 4 ഗ്രാം ആഭരണങ്ങൾ കണ്ടെത്താനായില്ല. സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതിന്റെ വിഷമമുണ്ടെങ്കിലും ഇത്രയും സ്വർണം തിരികെ കിട്ടിയതിന്റെ സന്തോഷവും ഏറെ. ഒടുവിൽ സ്വർണ്ണാഭരണങ്ങൾ കടയുടമ നിസാർ തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഉമ്മർകുട്ടിയുടെ ഭാര്യ MS അനിതയ്ക്ക് കൈമാറുകയും ചെയ്തു. ഇതോടെയാണ് 2 ദിവസം നീണ്ടുനിന്ന അന്വേഷണത്തിന്റെ ഒപ്പം ടെൻഷന്റെ അവസാനമായത്. 21-ാം തീയതി വൈകുന്നേരം 6 മണിയായപ്പോൾ ഒരു വാഷിംഗ് മെഷീനും ചിരട്ടയും ഈ പുസ്തകം എല്ലാം കൂടെ ഒരു ആപ്പയ്ക്കകത്ത് ഈ പാർട്ടി ഇവിടെ കൊണ്ടുവന്നതാണ്. വീടും തന്നെ കൊണ്ടുവന്നത്. അന്നേരം ഈ ഒരു കവറിനകത്ത് പുസ്തകത്തിൻ്റെ കൂടെ സ്വർണ്ണം ഉണ്ടായിരുന്നെന്ന് അവർ പറഞ്ഞത്. അങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ തൂക്കി ഇവിടെ ഇട്ട് 22-ാം തീയതി 23-ാം തീയതി 11 മണിയായപ്പോൾ അവർ വരുന്നത് സ്വർണം മോഷ്ടം പോയെന്നും പറഞ്ഞു. സ്വർണം കാണാനില്ലെന്നും പറഞ്ഞ് അവർ വരുന്നത്. അങ്ങനെ നമ്മളിവിടെ മൊത്തം ചെക്ക് ചെയ്ത് അങ്ങനെ ഒരു 11-12 മണിയായപ്പോഴത്തേക്ക് വളയും മോതിരവും കമ്മലും കിട്ടി. കമ്മലിൻ്റെ ഒരു ആണിയും കിട്ടി. പിന്നെ മാല കിട്ടാനുണ്ടായിരുന്നു. വള കിട്ടി. വെള്ളിയാഴ്ച വൈകുന്നേരം ആയപ്പോഴത്തേക്ക് മാലയും കിട്ടി. അവരുടെ ഈ 6 പവൻ്റെ സ്വർണ്ണത്തിനകത്തുണ്ടായിരുന്നു. അതെല്ലാം മൊത്തം കിട്ടി അവരുടെ. അങ്ങനെ പിന്നെ തെക്കുമ്പം പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവർക്ക് അത് കൈമാറി. അവർക്ക് വളരെ സന്തോഷമായി. അവർ കള്ളന്മാരെ പേടിച്ചതിനകത്ത് വെച്ചതാണ്. അവരെവിടെ ടൂർ പോയപ്പോൾ കള്ളന്മാരെ പേടിച്ചതിനകത്ത് വെച്ചിരുന്നതായിരുന്നു. അവരത് മറന്നുപോയതാണ്. വെച്ചിട്ട് കുറേ ദിവസമായി അവർ മറന്നുപോയതാണ്. അവരെവിടെ ഒരു പരിപാടിക്ക് പോകാനായിട്ട് ഒരുങ്ങിയിട്ട് വളയിടാനായിട്ട് നോക്കുമ്പോഴാണ് അവർക്ക് നഷ്ടപ്പെട്ടെന്നുള്ളത് അറിയുന്നത്. 3 ദിവസം കഴിഞ്ഞാണ് ഇത് അറിയുന്നത്. ഇവിടെ തന്നിട്ട് 3 ദിവസം കഴിഞ്ഞാണ് അറിയുന്നത്. അങ്ങനെ അവരോടി ഇവിടെ വന്നു. ഭാര്യയും ഭർത്താവോട് ഓടി വന്ന് കാര്യം പറഞ്ഞു. നമ്മുടെ കയ്യിൽ നമ്മൾ അന്നേരം ഇവിടുത്തെ ഒരു 5 ജോലിക്കാരെ വിട്ട് അങ്ങോട്ട് അവരുടെ സാന്നിധ്യത്തിൽ ഇത് നോക്കി. അങ്ങനെ അവിടെ മണ്ണിനകത്ത് ഈ വളയും കമ്മലും മോതിരവും കിട്ടി. പിന്നെ മാലയെന്ന് വെച്ചാൽ സ്വർണ്ണമെന്ന് അറിയത്തില്ല, ഒരു മണിമാല പോലുള്ള സാധനം അവർ ചെയ്യിപ്പിച്ചായിരുന്നത്. അത് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങ് വേഷനോട് തട്ടി തള്ളിയപ്പോഴത്തേക്ക് ആ വേഷനാണ് പിന്നെ നുള്ളി പറിക്കുമ്പോൾ എടുക്കുന്നത്. ആണ്ടേ കളഞ്ഞു കിട്ടിയ സ്വർണ്ണമാണ് ഇത്. തിരിച്ചു കൊടുക്കണേ. എത്ര ആക്രിക്കട എവിടെ ഉള്ളയാ? കടപ്പായുമൊക്കെ ആക്രിക്കട. എത്ര ഗ്രാം ഉണ്ട് തരുന്നത്? 7 പവൻ. സന്തോഷമായോ? നമ്മുടെ വെച്ചാണ് ഇത് കൈമാറിയത്. അന്നേരം അയ്യൂരും സെറ്റിലും ഈ രംഗങ്ങളാണ് ഞങ്ങളുടെ ചവറ ബ്യൂറോ ഇപ്പോൾ പുനരാവിഷ്കരിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ചവറ.